നഷ്ടക്കണക്കും തൊഴിലാളിക്ഷാമവും ചൂണ്ടിക്കാട്ടി പാടങ്ങളിൽ കഴിയുന്നവർക്ക് മുമ്പിൽ അബൂബക്കർ വികസിപ്പിച്ചെടുത്തത് 5.5 ഏക്കർ വയൽ നിറയെ ബസ്മതി അരിയുടെ നെൽക്കതിർ. തരിശായി കിടന്ന് പേരിൽ മാത്രം ഒതുങ്ങിയ കാഞ്ഞങ്ങാട്ട് നഗരസഭയിലെ ഏറ്റവും വലിയ നെൽവയലായിരുന്ന കാരാട്ടുവയലിൽ 20 വർഷങ്ങൾക്ക് ശേഷം ബസ്മതി നെൽകൃഷി വിളഞ്ഞു. നെൽകൃഷി പ്രോത്സാഹനത്തിനായി സർക്കാരും കൃഷിവകുപ്പും പലവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും കർഷകർ കൈവിടിഞ്ഞ കാരാട്ടുവയലിൽ മടിക്കൈ മുണ്ടോട്ടെ കർഷകൻ അബൂബക്കറാണ് നെൽവിളയിച്ച് വിജയഗാഥ തീർത്തത്. 8ഓളം തൊഴിലാളികളും സഹായത്തിനുണ്ട്. ബിരിയാണി വെക്കാൻ ഉപയോഗിക്കുന്ന ബസ്മതി അരിക്ക് കിലോവിന് 55 രൂപയിലധികം വിലയുണ്ട്. ബസ്മതി കൃഷി ചെയ്യുക മറ്റ് നെൽവിത്തുകൾ വിളയിക്കുന്നതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. ഞാറുമുളച്ച് 8 ദിവസത്തിനകം പറിച്ചു നടണമെന്നതാണ് പ്രത്യേകത. കൃഷി ഓഫീസർ നൽകിയ 3 കിലോ വിത്ത് ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ഇറക്കിയാണ് 5.5 ഏക്കറിലെ ഈ വിജയമെന്ന് അബൂബക്കർ പറഞ്ഞു. എല്ലാവർക്കും കണ്ട് ഒഴിച്ചിട്ടിട്ടില്ല, ഫുള്ള് ഒഴിഞ്ഞ കണ്ടാണ്. സ്വന്തം കണ്ടക്കാർ ആരും കൃഷി ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പം കൃഷി ഓഫീസർ പറഞ്ഞ് ബസ്മതി വിത്തുണ്ട്, പരീക്ഷണം നോക്കുന്നു വെച്ച് ഞാൻ നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ അതിന്റെ എല്ലാ നിർദ്ദേശം കൃഷി ഓഫീസർ തന്നിടുക. അങ്ങനെ ചെയ്തു നോക്കിയാന്ന്. അപ്പൊ നന്നായിട്ട് വന്നു. ബസ്മതിക്ക് പുറമെ ഉമ, ഐശ്വര്യ നെൽവിത്തുകളും കൃഷി ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും ജൈവവളം മാത്രമാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. 3 വർഷത്തെ പ്രവാസി ജീവിതമൊഴിച്ചാൽ കാർഷിക വൃത്തിയിൽ 25 വർഷത്തെ പരിചയമുണ്ട് ഈ കർഷകന്. പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് മടിക്കൈ പഞ്ചായത്തിൽ 15 ഏക്കറിൽ ഇദ്ദേഹം നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ കർഷകർ വീണ്ടും പാടത്തിറങ്ങണമെന്നാണ് ഏക്കറുകൾ ഒഴിഞ്ഞുകിടക്കുന്ന വയൽഭൂമി നോക്കി ഈ കർഷക ഹൃദയം പറയുന്നത്.